നമസ്കാരം പ്രിയരെ, ഞാൻ ഫാത്തിമയാണ്. എല്ലാവരെയും ഡെയിലി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ഇൻസൈറ്റ്സ് അല്ലേ? എന്താണ് ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച? നമ്മൾ പല പ്രാർത്ഥനാ ഗാനങ്ങളിലും കേട്ടിട്ടുണ്ട് അല്ലേ? ഉൾക്കണ്ണ് തുറക്കാൻ, ഉൾക്കാതു കേൾക്കാൻ, സ്നേഹത്താൽ ഹൃദയം നിറഞ്ഞിടാൻ, അജ്ഞത മാറ്റിയിടാൻ, അന്ധത നീക്കിയിടാൻ, തൂവെട്ടം തൂകണേ കാരുണ്യമേ. അല്ലേ? നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഉൾക്കാഴ്ചയെ മറച്ചു പിടിക്കുന്ന ആ ഒരു അന്ധതയെ, ഇരുട്ടിനെ നീക്കിക്കൊണ്ട് വെളിച്ചം പകർന്നു നൽകണമേ കാരുണ്യമേ. അല്ലേ? എന്താണ് ഈ ഉൾക്കാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഉൾക്കാഴ്ചയെ നിർവചിക്കാം? നമ്മളിലേക്ക് തന്നെയുള്ള തിരിഞ്ഞുനോട്ടമാണ് ഉൾക്കാഴ്ച എന്നാണ് എനിക്ക് നിർവചിക്കാനായിട്ട് തോന്നുന്നത്. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ, അവരുടെ പ്രശ്നങ്ങളിലെല്ലാം ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രശ്നം നേരിടുന്നത് നമ്മളായിരുന്നെങ്കിൽ എന്നൊരു വേള ചിന്തിച്ചു പോകുമ്പോൾ അവരുടെ വിഷമത്തിന്റെ ആഴവും വ്യാപ്തിയും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. എന്നോട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി എത്രത്തോളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്തരത്തിലൊരു വിഷമത്തിലൂടെ കടന്നു പോയിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരുമ്പോൾ, അവരിലൂടെ സഞ്ചരിക്കുമ്പോൾ, അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വിഷമത്തിന്റെ പരപ്പ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അവരനുഭവിക്കുന്ന അതേ തീവ്രതയോടെ മനസ്സിലാക്കാനായില്ലെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് അതിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ എല്ലാ വിഷമങ്ങൾക്കും ഒരുപക്ഷെ അതിന് പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന പല പ്രശ്നങ്ങളും മറ്റുള്ളവർ നേരിടുമ്പോൾ ആ വിഷമത്തിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാ. അങ്ങനെ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്തരത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷമങ്ങൾ നേരിട്ടത് കൊണ്ടാവാം ചില കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അവരോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങൾ. അവ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിരിക്കും. ശരിക്കും മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായനാശീലം, ഉൾക്കാഴ്ച വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് വായന എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ആത്മകഥകൾ വായിക്കുന്നതിലൂടെ, നമ്മളെ സഹായിക്കുന്ന ചില പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ എല്ലാം നമുക്ക് ഈ ഉൾക്കാഴ്ച വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഉൾക്കാഴ്ച നമ്മളിലേക്ക് എത്തുമ്പോൾ, നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുമ്പോൾ നമ്മളറിയാതെ ഒരുപാട് മാനുഷിക മൂല്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. നമ്മളിലെ വിനയം വളർത്താൻ വായനയ്ക്ക് കഴിയുമെന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഉൾക്കാഴ്ച വളർത്താനും വായനയ്ക്ക് സാധിക്കും എന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം തോന്നുമ്പോൾ വികാരത്തിൽ നിന്നും അതീതമായി അല്ലെങ്കിൽ വികാരത്തെ ഉപേക്ഷിച്ച് വിവേകത്തോടെ ചിന്തിക്കാനായിട്ട് ഈ ഉൾക്കാഴ്ച നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ ന്യായം നമ്മുടെ ഭാഗത്താവാം, അവരുടെ ഭാഗത്തുമാവാം. എന്നാൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും നല്ലതിനാവില്ല എന്ന തിരിച്ചറിവ് ലഭിക്കണമെങ്കിൽ, എന്ന ഉൾക്കാഴ്ച ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ നമ്മൾ ഒന്നില്ലെങ്കിൽ വായിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കണം. അത്തരത്തിൽ വായനയിലൂടെ, മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നതിലൂടെയെല്ലാം നമുക്ക് ഉൾക്കാഴ്ച വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും ജീവിതത്തിൽ മനുഷ്യത്വം എന്നതുപോലെ തന്നെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒന്ന് തന്നെയാണ് ഉൾക്കാഴ്ച എന്നത്. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ, നമ്മളോട് തന്നെയുള്ള സ്നേഹത്തിൽ, നമ്മളെ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്നതിനെല്ലാം ഉൾക്കാഴ്ച കൃത്യമായി സഹായിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ വായനാശീലം ഒരുപാട് സഹായകമാണ്. നമുക്കറിയാം, നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത്തരത്തിൽ മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉൾക്കാഴ്ച പൂർണ്ണതയിലെത്തുന്നത്. അത്തരത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സ്, ഹൃദയം സ്നേഹത്താലും ഉൾക്കാഴ്ചയാലും നിറയട്ടെ. എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയൊരു അനുഭവം, ചെറിയൊരു കുറ്റബോധം എനിക്ക് തോന്നാതിരുന്നില്ല കേട്ടോ. മെട്രോ സ്റ്റേഷനിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോടൊരു ചേച്ചി ചോദിച്ചു, മോളെ
ഒരു ചോറ് വാങ്ങിത്തരുമോയെന്ന്. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്നാൽ എനിക്ക് അത് എൻ്റെ കൂടെയുള്ള ആരോടെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് വേറെ ആരോടെങ്കിലും അത് പറഞ്ഞിരുന്നെങ്കിൽ, ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു പക്ഷെ അവരത് വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഒരു നേരത്തെ ആഹാരം ആ ചേച്ചിക്ക് കിട്ടുമായിരുന്നു. അതിനൊരു ഭാഗവാക്കാവാൻ എനിക്കും സാധിക്കുമായിരുന്നു. ഇത്തരത്തിൽ ആ ഒരു സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, എന്നെ ആരും സഹായിച്ചില്ലെങ്കിൽ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചപ്പോൾ ശരിക്കും ഞാൻ ആ ചെയ്തത് ഒരു തരത്തിൽ തെറ്റായി പോയില്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് തോന്നും, ചിലരൊക്കെ പറ്റിക്കുകയായിരിക്കും എന്നൊക്കെ തോന്നാം. പക്ഷെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള പൈസ നമ്മൾ ഒരാൾക്ക് കൊടുത്തു എന്നത് ഒരിക്കലും ഒരു തെറ്റാകുന്നില്ലല്ലോ. നമുക്കതൊരിക്കലും നഷ്ടം വരുത്തുന്നില്ലല്ലോ. ഒരുപക്ഷെ അത് ശരിയാണെങ്കിൽ അവരുടെ പ്രാർത്ഥന മാത്രം മതിയല്ലോ നമുക്ക് ജീവിക്കാൻ. അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയിലൂടെ അവരുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു സന്തോഷം, ആ ഒരു പുഞ്ചിരി മാത്രം മതിയല്ലോ നമ്മുടെ മുഖത്ത് അതിനേക്കാൾ മനോഹരമായ പുഞ്ചിരി വിരിയാൻ, നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ സംതൃപ്തി ലഭിക്കാൻ. ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതാണ് ഉൾക്കാഴ്ച. അത്തരത്തിലുള്ള ഉൾക്കാഴ്ച ആർജിച്ചെടുത്തുകൊണ്ട് ദിവസേനയുള്ള എന്നോടൊപ്പമുള്ള, എന്നെപ്പോലെ മറ്റുള്ളവരോടൊപ്പമുള്ള യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണം. ഞങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവയെല്ലാം ഉൾക്കൊള്ളണം. അല്ലാത്തവ കൃത്യമായി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണം. വിമർശനങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നത് എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായി തോന്നിയാൽ, അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് എന്നെപ്പോലെ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്നത്, അല്ലെങ്കിൽ സഹായകമായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ വാക്കുകൾ കേൾക്കും എന്ന പ്രതീക്ഷയോടെ, ഉൾക്കാഴ്ച വളർത്തിയെടുക്കാൻ ശ്രമിക്കും എന്ന ആത്മവിശ്വാസത്തോടെ, നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം എന്ന പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉൾക്കാഴ്ചയിലൂടെ ഉൾക്കാഴ്ച ആർജിച്ചെടുത്തുകൊണ്ട്, ഹൃദയം നിറച്ചുകൊണ്ട് ദിവസേന നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം.